നമുക്ക് ദുഃഖങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ദുഃഖം അനുഭവിക്കാത്തവരാരുമില്ല. പക്ഷേ നമ്മൾ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഈ അമിതമായി ദുഃഖിക്കുന്നവരെ ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. മരണത്തിന് വരെ കാരണമാകുന്ന പല രോഗങ്ങളിലേക്കും പോകുന്നു. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി, ദുഃഖം വന്നാൽ ആ ദുഃഖം നമ്മൾ കരഞ്ഞു കളയുക. എങ്ങനെയെങ്കിലും അത് കരഞ്ഞ് നെഞ്ചത്തിടിച്ച് അതങ്ങ് കളഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മക്കളൊരു തെറ്റ് കാണിക്കുകയോ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായാൽ സ്ത്രീകൾ, അമ്മമാര് അപ്പോഴെന്നെ നെഞ്ചിലിടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് തലക്കടിക്കുകയോ സ്വന്തമായിട്ട് അവർ ശരീരത്തിന് വേദനിപ്പിച്ച് നിലവിളിച്ച് കരഞ്ഞ് തറയിൽ കിടന്ന് ഊരുണ്ട് വേണ്ട ബഹളം ഉണ്ടാക്കിയൊക്കെ അവരതങ്ങ് തീർക്കും. പക്ഷെ അച്ഛന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അവർ കരയില്ല. അപ്പോഴും അവര് ഉള്ളിൽ കരഞ്ഞാലും പുറത്ത് കടിച്ചു പിടിച്ചൊരു ചിരി മാത്രം അവരിങ്ങനെ ചുണ്ടിൽ ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങി അങ്ങ് പോവും. എന്നിട്ട് അവർ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെയൊക്കെയാണ് അവർ ദുഃഖം കടിച്ചമർത്തി ദുഃഖം തീർക്കുമ്പോൾ അമ്മമാര് നെഞ്ചത്തിടിച്ച് ദുഃഖം തീർക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, നെഞ്ചത്തിടിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് കണ്ണുനീര് കളഞ്ഞ് ദുഃഖം തീർത്താൽ ഭാവിയിൽ നമുക്കത് ദോഷമുണ്ടാകില്ല. കാര്യം അതിനായിരിക്കാം ദൈവം നമുക്ക് കണ്ണീര് തന്നിരിക്കുന്നത്. ആ കണ്ണീര് ദുഃഖം വരുമ്പോൾ നമ്മൾ കരഞ്ഞ് കളയണം. അമ്മമാരങ്ങനെ കരഞ്ഞ് കളയുന്നത് കൊണ്ട് അവരുടെ ദുഃഖം അവിടെ തീരുകയും അതൊരു രോഗമായി അവർക്ക് ബാധിക്കുന്നില്ല. അച്ഛന്മാർ കരയാതെ അത് ഉള്ളിൽ ഒതുക്കി നടക്കുന്നതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പുരുഷന്മാർക്ക് തന്നെയാണ്.